അപ്പോൾ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ നമുക്ക് പെട്ടെന്ന് നിർത്താം. അപ്പം ബഹുമാനപ്പെട്ട അല്ലാമ ഇഖ്ബാൽ നാദിർ ഖാൻ എന്ന് പറയുന്ന അവിടുത്തെ അഫ്ഗാനിൻ്റെ അവിടുത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് അതിഥിയായിട്ട് പോയപ്പോൾ സമ്മാനിച്ചത് ഖുർആനാണ്. ഇന്ന ഹാദൽ കിതാബ റഅസുമാലി അഹ്ലിൽ ഹഖ്, അഹ്ലുസുന്നത്തിന്റെ അഹ്ലുൽ ഹഖായ ജനങ്ങളുടെ മൂലധനം എന്ന് പറയുന്നത് ഈ ഖുർആനാണ്. നമ്മുടെയൊക്കെ മൂലധനം ഈ ഖുർആനാണ്. ചിന്തിച്ചോളി നല്ലപോലെ. ഈ ഖുർആൻ വിട്ടുള്ള കളി നമുക്കില്ല. ഇന്ന ഹാദൽ കിതാബ റഅസുമാലി അഹ്ലിൽ ഹഖ് വഫീ ളമീരിഹി അൽ ഹയാത്ത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും എല്ലാ രഹസ്യങ്ങളും എല്ലാ ഉത്സാരങ്ങളും ആ പരിശുദ്ധമായ ഖുർആനിൻ്റെ അന്തരത്തിലുണ്ടത്രേ. ആ പരിശുദ്ധമായ ഖുർആനിലുണ്ട്. ഈ ഖുർആനിനെയാണ് ഞാൻ സമ്മാനമായി നൽകുന്നത്. ബഹുമാനപ്പെട്ട അല്ലാമ ഇഖ്ബാൽ ഈ പരിശുദ്ധ ഖുർആൻ കൊടുത്തിട്ട് പറയുകയാണ്, എല്ലാം ഈ ഖുർആനിലുണ്ട്. അൽഹംദുലില്ലാഹ്. വഫീ ളമീരിഹി അൽ ഹയാത്ത്, ഈ വഫീ ളമീരിഹി അൽ ഹയാത്ത് വഫീഹി കുല്ലു ബിദായത്തിൻ വനിഹായ. എല്ലാ തുടക്കത്തിൻ്റെയും ഒടുക്കം, ഒടുക്കത്തിൻ്റെയും തുടക്കം ഈ പരിശുദ്ധമായ ഖുർആനിലുണ്ടത്രേ. ഖുർആനിലുണ്ട്, ഖുർആനിലുണ്ട് എല്ലാത്തിൻ്റെ തുടക്കം ഒടുക്കവും. വഫീഹി, ഈ പരിശുദ്ധ ഖുർആനിലൂടെയാണ് കാന അലിയുൻ ഫാത്തിഹ ഖൈബറ, ഖൈബറിനെ അല്ലാഹു വിജയം കൊടുത്തത്. ഈ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിലൂടെ വിജയം കൊടുത്തത് ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ബർക്കത്താണ്. ആ നാദിർ ഖാൻ എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ ഭരണാധികാരി ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് കരയുകയാണ്. കരഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു വാർത്തയുണ്ട് കേട്ടോ. അല്ലാഹുവേ, പടച്ചവനെ, ലഖദ് അതാ അലാ നാദിർ ഖാനിൻ യൗമാ വമാ ലഹു അനീസുൻ സിവൽ ഖുർആൻ. അല്ലാഹുവേ, ഒരു ദിവസം ഈ അനീസിന്റെ മേൽ, ഒരു ദിവസം ഈ നാദിർ ഖാന്റെ മേൽ ഒരു ദിവസം ഉണ്ടാകും. ആ ദിവസത്തിൽ ആരും എന്നെ സഹായിക്കാനുണ്ടാവൂല. അന്ന് പരിശുദ്ധമായ ഖുർആനാണ് എന്നെ സഹായിക്കുക. അല്ലാഹ് ഒരു ദിവസം നമ്മുടെ മേൽ വരും ഇൻഷാ അല്ലാഹ്. ഇത് നാദിർ ഖാന്റെ മേൽ വന്നതുപോലെയല്ല, എല്ലാവരുടെ മേലും. ലഖദ് അതാ അലാ നാദിർ ഖാൻ യൗമാ വമാ ലഹു അനീസുൻ. ആ ദിവസത്തിൽ ഒരു കൂട്ടുകാരനോ ഒരു സഹപ്രവർത്തകനോ ഒരു തമാശ പറയാനോ ഒരാളും ഉണ്ടാകാത്ത ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ നമ്മെ സഹായിക്കുന്നത് ഖുർആനാണ്, ഖുർആനാണ്. അതേത് ദിവസമാണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ആ ഗൈബ് എന്ന് പറയുന്ന ഖബറുണ്ടല്ലോ, അദൃശ്യ ലോകം, നമ്മളൊന്നും കാണാതെ ജനങ്ങൾ നമ്മളെ കൊണ്ടുപോയി പുതുക്കോട് പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ടുവച്ചിട്ട് അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ, അസ്സലാമു അലൈക യാ അബി, അസ്സലാമു അലൈക യാ ഉമ്മി, അസ്സലാമു അലൈക യാ ഉസ്താദി എന്നൊക്കെ പറഞ്ഞ് സലാം പറഞ്ഞ് നമ്മൾ പോവുകയാണ് കേട്ടോ. പക്ഷെ പോവാന്ന് പറഞ്ഞിട്ട് പോവല്ല, ഒരു വാക്കൂടെ ചേർത്ത് പറയുന്നുണ്ട്, വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉടനെ ഉണ്ടാവും. എല്ലാവരും പറയുന്ന വാക്കാ, അതാരും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ മരിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആരാടാ മരിച്ചേ? ആരാടാ മരിച്ചേ? ആരാടാ മരിച്ചേ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോൾ ഒരാൾ മരിച്ചാൽ അറിഞ്ഞില്ലേ, സുബൈർ മരിച്ചു, ഇന്നാ ലില്ലാഹി വ ഇന്നാ, സുലൈമാൻ കാക്ക മരിച്ചു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ പറഞ്ഞ? സുലൈമാൻ കാക്കാക്ക് വേണ്ടിയല്ല ആ ദിക്ർ ചൊല്ലുന്നത്, ഈ ജീവിച്ചിരിക്കുന്ന അബൂബക്കർ കാക്കായ്ക്ക് വേണ്ടിയിട്ടുള്ള ദിക്റാണ്. ഇന്നാ ലില്ലാഹ്, പടച്ചവനേ ഞങ്ങൾ നിന്നിലുള്ളവരാണ് അല്ലാഹ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, നിർബന്ധമായി നിന്നിലേക്ക് ഞങ്ങൾ മടങ്ങുന്നവരാണ് അല്ലാഹ്. സുലൈമാൻ കാക്കയ്ക്ക് വേണ്ടിയുള്ള ദിക്റല്ല, അബൂബക്കർ കാക്കായ്ക്ക് വേണ്ടിയുള്ള ദിക്റാണ്, നമുക്കുള്ള ദിക്റാണ്. നമ്മൾ നിന്നിലേക്ക് മടങ്ങും അല്ലാഹ്. രാവിലെ കാറെടുത്ത് വണ്ടിയെടുത്ത് ഓടിച്ചു പോകുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ.
പെരുന്നാൾ കഴിഞ്ഞ് ആഘോഷിക്കാൻ വേണ്ടി വിനോദത്തിന് വേണ്ടി ഏർവാടിക്ക് പോവുകയാണ്, അല്ലെങ്കിൽ സിയാറത്തിന് പോവുകയാണ്, അല്ലെങ്കിൽ ബീച്ചിലേക്ക് പോവുകയാ. ആ സമയം നമ്മൾ ആ വാഹനത്തിലേക്ക് കയറിയിട്ട് വളയം പിടിക്കുമ്പോ നമ്മൾ ചെയ്യുന്ന ദുആയാണ്, റബ്ബേ ഇത് ഞങ്ങൾക്ക് നീ ഒരുക്കി തന്നവൻ നീയാണ് അല്ലാ. എല്ലാം ശരി തന്നെയാണ്. അവസാനം ആ ദുആ നിർത്തുന്നത് വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, ഞങ്ങൾ മടങ്ങുന്നത് നിന്നിലേക്കാണ് അല്ലാ. അതല്ലേ 19 വർഷമായിട്ട് കുഞ്ഞിനെ കാണാതിരുന്ന് കിട്ടിയപ്പോ ആ കുഞ്ഞിനെ കണ്ട സന്തോഷത്താൽ യാത്ര തിരിച്ച സഹോദരൻ എങ്ങോട്ടാണ് പോയത്? വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, അല്ലാ ഞങ്ങൾ നിന്നിലേക്കാണ് മടങ്ങുന്നത് റബ്ബേ. അവസാനം നമ്മുടെ ഓപ്ഷൻ അതേ ഉള്ളൂ, ലാസ്റ്റ് ഓപ്ഷൻ അതേ ഉള്ളൂ, വേറെ എവിടെ ഓപ്ഷൻ ഇല്ല. നമുക്ക് ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ല ഞാൻ എത്ര വർഷം ഇവിടെ ജീവിക്കുമെന്ന്. ഇല്ല, മരുന്നും ഗുളിയൊക്കെ അതൊക്കെ കുറച്ച് സമയം, എത്ര സമയമാണെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ സമയം എത്തുമ്പോൾ നമ്മുടെ റൂഹ് പിടിക്കും. അതിന് എത്ര ഗുളിക കഴിച്ചാലും, എത്ര മരുന്ന് കഴിച്ചാലും, മരുന്ന് കഴിച്ചില്ലെങ്കിലും, എത്ര എക്സർസൈസ് ചെയ്താലും, എത്ര ഭക്ഷണം കുറച്ചാലും കൂട്ടിയാലും അല്ലാഹ് ഒരു ഡേറ്റ് നിനക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറവും പോകില്ല, അതിനിപ്പുറവും കൊടുക്കൂല. അത് കറക്റ്റായിരിക്കും. അതാണ് ആ സമയം എത്തുമ്പോൾ നീ കിടന്ന് നിലവിളിക്കരുത്. മിമ്മാ റസഖ്നാകും മിൻ ഖബൽ അയ്യഅതിയ അഹദകുമുൽ മൗത്ത്. അതുകൊണ്ട് നാളെ ബർസഖിലേക്ക്, നാളെ ഒരു അദൃശ്യ ലോകത്തേക്ക് നിങ്ങൾ പോകേണ്ടി വരും. ആ ഒരു ദിവസം എത്തുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ നിന്റെ ഖബറിലേക്ക് വേണ്ടി ചെയ്തു വെക്കാൻ പറ്റുമെങ്കിൽ ചെയ്യണേ, ചെയ്തു വെക്കണേ. ആ സമയമെത്തുമ്പോ നിന്റെ പണമെല്ലാം എടുത്ത് റബ്ബിന്റെ മുന്നിൽ സമർപ്പിച്ചിട്ട് നീ പറയും അഖിർനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സാലിഹീൻ. അല്ലാഹ് ഒരല്പസമയം താ പടച്ച റബ്ബേ, ഒരു കുറഞ്ഞ സമയം താ റബ്ബേ, എന്റെ സമ്പത്ത് മുഴുവനും മന്നാനിയക്ക് ഞാൻ എഴുതി കൊടുക്കാമല്ലാ. പടച്ചവരെ നിന്റെ ദീനിന് വേണ്ടി ഞാൻ ചെയ്യാമല്ലാ. ഒരല്പസമയം നീ എനിക്ക് തരണേ റബ്ബേ. ആ മരണത്തോടടുക്കുന്ന സമയത്ത് കെഞ്ചി കെഞ്ചി റബ്ബിനോട് നമ്മൾ യാചിക്കുമ്പോ അള്ളാന്റെ മറുപടി എന്താണെന്നറിയോ? ലാ യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ. മോനെ നിന്റെ സമയമെത്തിയടാ, മോളെ നിന്റെ സമയമെത്തിയടി. ഇനി നിനക്ക് അല്പം പോലെ സമയം ഞാൻ തരൂല കേട്ടോ. ഇനി നിന്നെ നമ്മൾ കണ്ടുമുട്ടുന്നത് ആരുടെ മണ്ണിന്റെ ഇരുണ്ട തുരുത്തിലാ. അന്ന് നീ ഒറ്റയ്ക്കാണ്, ആരും ഉണ്ടാവൂല കേട്ടോ. എല്ലാവരും വളരെ വിഷമത്തോടെ ദുഃഖഭാരത്തോടെ നിന്റെ മയ്യത്തെടുത്ത് ആരുടെ മണ്ണിന്റെ ഇരുണ്ട തുരുത്തിലേക്ക് എടുത്തു വെച്ചിട്ട് ആ മുഖം കിബിലക്ക് നേരെ തിരിച്ചു വെച്ച് പലകയിട്ട് മൂടിയിട്ട് ആരുടെ മണ്ണിന്റെ മുകളിലേക്ക് മണ്ണും കല്ലുമിട്ട് നിന്നെ മൂടിയിട്ട് എന്നേക്കുമായി ഇവിടെ പറയുന്ന രംഗമുണ്ടല്ലോ. ആ സമയത്ത് നിന്നെ സഹായിക്കാൻ ആ ഖബറിൽ വരുന്നത് ഒരേ ഒരാള് മാത്രമാണ്, അത് ഖുർആനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖുർആനേ വരുള്ളൂ, ഖുർആനേ വരുള്ളൂ, വല്ലാഹി സത്യം. അതുകൊണ്ടാണ് ആ ഖുർആൻ ഇറക്കാൻ ഈ മാസം അള്ളാഹ് തെരഞ്ഞെടുത്തത്, ഷഹ്റു റമളാൻ. ഖുർആന്റെ മഹത്വം അത്രയാണ്, തീർന്നില്ല, ഒത്തിരി ഉണ്ട്. 10 ദിവസം സംസാരിച്ചിട്ട് തീരൂല. ഈ ഖുർആനിനെ നമ്മൾ അവഗണിച്ചാല്, ഈ ഖുർആനെ സഹായിക്കാതിരുന്നാല്, ഈ ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ സഹായിക്കാതിരിക്കുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുക എന്നാൽ ആഖിറത്തിൽ എത്തിയിട്ട് റസൂൽ നമുക്കെതിരെ പരാതി പറയും, നമുക്കെതിരെ ഒരു പരാതി. وقال الرسول يا ربي إن قومي اتخذوا هذا القرآن مهجورا. ഖുർആനിനെ ഓതാത്തവരെ, ഖുർആൻ പഠിക്കാത്തവരെ, ഖുർആൻ പഠിപ്പിക്കാത്തവരെ, ഖുർആനിനെ സ്നേഹിക്കാത്തവരെ, തൻ്റെ മക്കളെയോ കൊച്ചുമക്കളെയോ ചെറുമക്കളെയോ ഖുർആനിന്റെ വഴികളിലേക്ക് തിരിച്ചു വിടാത്തവരെ, ഒന്നുമില്ലെങ്കിൽ ഖുർആനിന്റെ സ്ഥാപനങ്ങളെയും ഖുർആനിൽ
ഖുർആനിന്റെ മക്കളെയും സഹായിക്കാത്തവരെ നാളെ അവരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ആഖിറത്തിൽ പരാതി പറയുകയാണ്. യാ റബ്ബി, പടച്ചവനേ, ഇന്ന ഖൗമി, എൻ്റെ സമുദായമല്ലാ, ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, പടച്ച റബ്ബേ, ഈ പരിശുദ്ധമായ ഖുർആൻ എൻ്റെ അനുയായികൾ അവഗണിച്ചു അല്ലാ, അതിനെ പരിഗണിച്ചില്ല റബ്ബേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്. എന്താ പോവാണോ? നിങ്ങളും പോവാണോ? അൽഹംദുലില്ലാഹ്. പറയാണ് സംഭവം. ഉസ്താദ്മാർക്കൊക്കെ റമളാൻ മാസമല്ലേ ഡ്യൂട്ടി ഉണ്ടല്ലോ. നമ്മളിങ്ങനെ പ്രസംഗിച്ച് നടക്കുന്ന വാനമ്പാടിയാ, അവരുടെ ജോലി പോവും. അപ്പോൾ ഒന്നാമത്തെ റമളാൻ നോക്കിയിരിക്കുക കമ്മിറ്റിക്കാരവൻ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഐബ് കാണാൻ ഇയാളെ പറഞ്ഞുവിടാം, ഒരു മാർഗ്ഗമില്ല പറഞ്ഞുവിടാം, എന്താ വഴിയെന്ന് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് അസറിന് കണ്ടില്ല? യാ അല്ലാഹ്, ചീട്ട് കയറി. അള്ളാഹേക്കാളും ഏറ്റവും കൂടുതൽ പടച്ചോരെക്കാളും പടപ്പോളെ പേടിക്കേണ്ട കാലത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് സംഭവം. അപ്പം അങ്ങനെയാണ് അവസ്ഥയാണ്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും അവരവരുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകണമല്ലോ. അപ്പൊ ബഹുമാനമുള്ള സഹോദരൻ, അള്ളാഹുവിനോട് റസൂലുള്ള പരാതി പറയട്ടെ കേട്ടോ. പരാതി പറയാണ്, പടച്ചനെ, എൻ്റെ അനുയായികൾ എൻ്റെ ഖുർആനെ അവഗണിച്ചു കളഞ്ഞു. അല്ലാഹ് ഓതുന്നില്ല, പഠിപ്പിക്കുന്നില്ല, തൻ്റെ മക്കളെ പഠിപ്പിക്കുന്നില്ല, തൻ്റെ മക്കൾ കഴിച്ചു പോകുന്നു, തൻ്റെ വാപ്പ ഓതുന്നില്ല, ഉമ്മ ഓതുന്നില്ല, ഒന്നുമില്ലെങ്കിൽ ഖുർആൻ പഠിക്കുന്ന സ്ഥാപനത്തിനെങ്കിലും അവർ സഹായിക്കുന്നില്ല. പടച്ചവനെ, നാളെ ആഖിറത്തിൽ പരാതി പറയും. പടച്ചവനെ, എൻ്റെ ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, ഖുർആൻ അവർ അവഗണിച്ചു കളഞ്ഞു. എങ്ങനെയാണ് ഈ പരിശുദ്ധമായ ഖുർആനിനെ അവഗണിക്കുന്നത്? പരിശുദ്ധമായ ഖുർആൻ അദമു തിലാവത്തി കിതാബില്ലാഹ്, ഖുർആനിനെ ഓതാതിരുന്നാൽ ഖുർആനിനെ അവഗണിച്ചവരായി മാറുമത്രേ. ഖുർആൻ പറയണം, നമ്മുടെയൊക്കെ ഇമാം ഷാഫി ഇമാമാണ്. ആ ഷാഫി ഇമാം ഈ പരിശുദ്ധമായ റമളാനിൽ 60 ഖത്തം തീർക്കും. 6 ഖത്തം തീർത്തിട്ടില്ല നമ്മൾ. 6 ഖത്തം തീർത്തവരെന്ന് കൈവെക്കുക, ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ, നോക്കട്ടെ. 6 ഖത്തം ഇല്ല. 60 ഖത്തം തീർത്തു നമ്മുടെ നേതാവ് ബഹുമാനപ്പെട്ട ഷാഫി ഇമാം. 60 ഖത്തം ഈ പരിശുദ്ധമായ റമളാൻ. നഫീസത്തുൽ മിസ്രിയ ഖബറിനകത്ത് ഇറങ്ങിക്കിടന്നിട്ട് 5000 ഖത്തം തീർത്തു. 5000 ഖത്തം. ഇത് നമ്മുടെ ഖത്തം പോകുന്ന അല്ലാതെ ഒരു ഖത്തം പോലും നമ്മൾ തീർക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ശൈത്താൻ സമ്മതിക്കൂല. ഖുർആൻ ഓതാൻ ഒന്നും ശൈത്താൻ അത് ഓതുമ്പോഴത്തേക്ക് അതിനകത്തൊരു പെട്ടെന്നൊരു അലർട്ട് വരും, മൊബൈലിനകത്തൊരു പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ വരും. ഖുർആൻ അവിടെ മടക്കി വെക്കും, എടുത്തു വെച്ച് നോക്കും. സബീനയുടെ മെസ്സേജ്. അപ്പം ഇനി ഖുർആൻ അവിടെ ഇരിക്കട്ടെ, ഇനി കുറച്ച് ഇവിടത്തേക്ക് അങ്ങോട്ടാക്കാം സമയം. ശൈത്താൻ പണിയതാ. നീ മണിക്കൂറുകളോളം അതിൻ്റെ മുന്നിലിരി, നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു ക്ഷീണം ഉണ്ടാവില്ല. നീ വാ തുറക്ക പോലില്ല, കോട്ട് പോലും അടിക്കൂല. അത് നീ മാറ്റി വെച്ചിട്ട് ഖുർആനും തുറന്നു നോക്ക്. ഒരു 2 പേജാകുമ്പോൾ പിന്നെ തള്ളി ഒന്നും കൂടെ ഓതും, എന്നിട്ട് മാറ്റി അങ്ങോട്ട് വെക്കും, എന്നിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് മാറിയുന്ന ഉറക്കമില്ല, ഒന്നുമില്ല, ഉറക്കമുണ്ടാവില്ല. മഗ്രിബ് വരെ നീ ആ മൊബൈലിൽ ഇരിക്കും, നിനക്ക് ഉറക്കം ഉണ്ടാവില്ല. ശൈത്താൻ ഇഷ്ടപ്പെടില്ല. നീ ഓതിയാൽ നീ രക്ഷപ്പെടും, നീ നരകത്തിൽ നിന്ന് പോകും, രക്ഷപ്പെടും, സ്വർഗത്തിൽ നിന്നെ അള്ളാഹ് കയറ്റും. അത് ശൈത്താൻ ഇഷ്ടമല്ല. ശൈത്താൻ്റെ കൂടെ നരകത്തിൽ കിടക്കുന്ന ആൾ വേണ്ടേ? അതിന് അള്ളാഹ് ചെയ്യുന്ന പണിയാണിത്, ആ ശൈത്താൻ ചെയ്യുന്ന പണിയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ ഓതാതിരുന്നാൽ ശൈത്താൻ ഇഷ്ടമാണ്, ഖുർആൻ ഓതിയാൽ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അദമു തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ഓതാതിരിക്കുമ്പം നാളെ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്കതിനെ പരാതി പറയും. യുദ്ഫഉ അൻ താലിൽ ഖുർആനി ശർറുദ് ദുനിയാ യുദ്ഫഉ അൻ മുസ്തമിഇൽ ഖുർആനി ബൽ വൽ ആഖിറ. ഖുർആൻ ഓതുന്നവരെ ദുനിയാവിൽ നിങ്ങളുടെ ഷർറുകളെ അള്ളാഹു ഒഴിവാക്കി തരും. ഖുർആൻ കേൾക്കുന്നവർ ആഖിറത്തിന്റെ എല്ലാ ഇടങ്ങേറുകളിൽ നിന്ന് അല്ലാഹു നിങ്ങളെ രക്ഷിക്കുമെന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ കേട്ടാൽ മതി, ഖുർആൻ കേട്ട ആഖിറത്തിൽ അല്ലാഹു സഹായം തരും. ഖുർആൻ ഓത് മുസീബത്ത് ദുനിയാവിലെ മുഴുവൻ അല്ലാഹു മാറ്റി തരും. അപ്പൊ ഖുർആൻ ഓതിയില്ലെങ്കിൽ പ്രശ്നമാണ്. ഓതണം, ഖുർആൻ ഓതണം, ഖുർആൻ ഹാഫിളാവണം, മക്കളെ ഹാഫിളീങ്ങളാക്കണം. ഈ മക്കളെ ഹാഫിളാക്കി എന്താ ഗുണം? എന്താ? ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റഹ്മഹുല്ലാഹ്
ഒരു മജ്ലിസിൽ ഇരിക്കുന്നു, ഒരു വലിയ മജ്ലിസിൽ ഇരിക്കുന്നു. ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ മജ്ലിസിൽ ഇരിക്കുകയാണ്. 7 വയസ്സ് എന്തോ ഉണ്ടാവും, 7 വയസ്സ് 8 വയസ്സ് എന്തോ ഉണ്ടാവും. മാലിക് ഇമാമിന്റെ മജ്ലിസിൽ വലിയ ഖുർആന്റെ സദസ്സ് ഇതുപോലെ സംഘടിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ അവിടെ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് മാലിക് ഇമാം. അപ്പൊ അവിടെ പോയി ഇദ്ദേഹം, ഒരു കൊച്ചുകുട്ടിയാണ് ഷാഫി ഇമാം, പോയിട്ട് അദ്ദേഹം പറയുന്ന ഹദീസുകളൊക്കെ ഇദ്ദേഹം തുപ്പല് തൊട്ട് കൈവെള്ളയിൽ എഴുതിയെടുക്കുന്നു. തുപ്പല് തൊട്ടിട്ട്, അന്ന് നമ്മുടെ കുട്ടികളൊക്കെ എപ്പോഴും തുപ്പലോട്ട് സ്ലൈറ്റിൽ എഴുതുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോഴല്ലേ പല പല വർണ്ണങ്ങളായ പേനകളൊക്കെ വന്നു പോയത്, ഡിജിറ്റൽ സ്ലൈറ്റുകളൊക്കെ വന്നത്. പണ്ട് അന്ന് തുപ്പലൊക്കെ തൊട്ട് എഴുതിയിരുന്നൊരു കാലം. അതേപോലെ ഷാഫി ഇമാമ് 6, 7, 8 വയസ്സ് 7 വയസ്സിൽ ഈ മാലിക് ഇമാമിൻ്റെ മദ്ഹബ് സദസ്സിൽ ഇരുന്നിട്ട് ഇങ്ങനെ തുപ്പൽ കൊണ്ട് അദ്ദേഹം പറയുന്ന ഹദീസുകളൊക്കെ എഴുതിക്കൊണ്ടിരുന്നു. ഇദ്ദേഹം അത് നോക്കുന്നുണ്ടായിരുന്നു. ഒരു കൊച്ചു പയ്യൻ വന്നിരുന്ന് വെറുതെ തുപ്പൽ തൊട്ട് കളിക്കുന്നത്, ഒരു വൃത്തികേടാണല്ലോ. ദർസിന്റെ സമയം കഴിഞ്ഞു. അദ്ദേഹം വിളിച്ച പയ്യനെ വിളിച്ചു, ഡേ ഇവിടെ വാ, നീ എന്തൊരു അതബില്ലാത്തവൻ, അതബ് കെട്ടവൻ, നീ അതബ് കെട്ടവനാണോ? ഈ ഖുർആൻ ഇങ്ങനെ ഇത് ഹദീസുകളൊക്കെ എഴുതുമ്പോൾ തുപ്പലോടെ. ഉസ്താദെ, എനിക്ക് സ്ലേറ്റും ഇല്ല, പെൻസിലും ഇല്ല, എനിക്കൊന്നുമില്ല, ഞാൻ പാവപ്പെട്ടവനാണ്, ഞാൻ ഇങ്ങനെ ഇത് കേൾക്കാൻ വേണ്ടി, ഹദീസ് കേൾക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു വന്നതാണ്. നീ എന്ത് പഠിക്കാൻ, ഇപ്പം നീ എന്ത് പഠിച്ച് ആഗ്രഹിച്ചു ഇവിടെ എന്ത് വന്ന്? ഞാൻ ഉസ്താദിൻ്റെ ഹദീസ് കേട്ടപ്പോൾ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട് അങ്ങനെ വന്നാണ്. നീ എന്ത് പഠിച്ചേന്? ഞാൻ എല്ലാം പഠിച്ചു. എന്നാ നീ പറ. തമാശ രൂപത്തിൽ ഒന്ന് ചോദിച്ചതാണ് മാലിക് ഇമാം റളിയല്ലാഹു തആല അൻഹു. ഷാഫി ഇമാം അവിടെ പഠിപ്പിച്ച 10 ഹദീസ് 7 വയസ്സിൽ തിരിച്ചു പറഞ്ഞു കൊടുത്തു. 10 ഹദീസ് 7 വയസ്സിൽ വെറുതെ എഴുതി വെച്ചാണ്. അദ്ദേഹം ഹാർട്ടിലോട്ടാക്കിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റഹ്മഹുല്ലാ, ചെറിയ കാര്യമല്ലല്ലോ. അന്ന് മുതൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അടുത്ത ശിഷ്യനായി മാറി എന്നുള്ളതാണ്. അബൂ ഹനീഫ ഇമാമിന്റെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ട മുഹമ്മദ് റഹ്മഹുല്ലാ, കൊച്ചുപയ്യൻ, 8 വയസ്സ് എന്തോ ഉണ്ടാവും, 10 വയസ്സ് എന്തോ ഉണ്ടാവും. അബൂ ഹനീഫ ഇമാം ഇതേപോലെ വലിയൊരു മജ്ലിസിൽ ഇരിക്കുകയാണ്. ഇവ ആലിമീങ്ങൾ ഇരിക്കുമ്പോൾ ഈ കുട്ടികളൊക്കെ ഓടി വരുമല്ലോ ഉസ്താദിന്റെ അടുക്കൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി കുറെ നേരം. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമിന്റെ അടുക്കലേക്ക് മുഹമ്മദ് റഹ്മഹുല്ലാ ഓടി വന്നു, അടുത്തിരിക്കാൻ വേണ്ടി വന്നു. ഹാഫിളീങ്ങളല്ലാത്തവരാരും എൻ്റെ അടുത്തിരിക്കരുത്, അബൂ ഹനീഫ റഹ്മഹുല്ലാ പ്രഖ്യാപിച്ചു. ഹാഫിളീങ്ങളല്ലാത്തവർ എൻ്റെ മുന്നിൽ ഇരിക്കാൻ പാടില്ല. ഹാഫിളീങ്ങളായ കുട്ടികളായിരിക്കുന്ന അബൂ മുഹമ്മദ് റഹ്മത്തുള്ള ഓടി വന്നപ്പോ ഹാഫിളാന്നൊന്നും ഇല്ല, പോ. എല്ലാവരുടെ മുന്നിൽ വെച്ച് അദ്ദേഹത്തെ ആട്ടി ഓടിച്ചപ്പോൾ ഭയങ്കര വിഷമുണ്ടായ കുട്ടിയെ. ബാക്കിയൊക്കെ അബൂ ഹനീഫ ഇമാമിന്റെ അടുക്കൽ ഇരിക്കുന്നത്, എനിക്ക് മാത്രമല്ല. ഒറ്റയാഴ്ച കൊണ്ട് ആ വാശി, ആ വൈരാഗ്യം ഒറ്റയാഴ്ച കൊണ്ട് അദ്ദേഹം മുഹമ്മദ് റഹ്മഹുല്ലാ പരിശുദ്ധ ഖുർആൻ പോയി മുഴുവനും കാണാതെ പഠിച്ചിട്ട് നേരെ അബൂ ഹനീഫ ഇമാമിന്റെ അടുക്കൽ വന്ന് ഓതി കേൾപ്പിച്ചിട്ട് അവിടെ സ്ഥാനം പിടിച്ചു. ഇന്ന് ലോകത്ത് അറിയപ്പെട്ട ഹനഫി മദ്ഹബിന്റെ നേതാവാണ് ഇമാമുന മുഹമ്മദ് റഹ്മഹുല്ലാ. ഒറ്റയാഴ്ച കൊണ്ട് കാണാൻ പഠിച്ചു. ഇവിടെ നേരത്തെ ഉസ്താദ് പറഞ്ഞു 6 മാസം കൊണ്ട് ഹാഫിളായി വരുന്നുണ്ട്. ഏതാ മോന ഇവിടെ ഉണ്ടോ? പോയി 6 മാസം കൊണ്ട് ഹാഫിളായവർ. ഇത് ഒറ്റയാഴ്ച കൊണ്ട് ഹാഫിളാവാൻ പറ്റുമോ? പറ്റും. ആദ്യമായി സ്ത്രീകളിൽ ആദ്യമായി ഹാഫിളത്തായത് ആരെന്നറിയോ? ആദ്യമായി സ്ത്രീകളിൽ ഹാഫിളത്തായത് ഹഫ്സ റളിയല്ലാഹു തആല അൻഹയാണ്. ഹഫ്സ റളിയല്ലാഹു തആല അൻഹ ഒറ്റ ആഴ്ച കൊണ്ട് ഹഫ്സ റളിയല്ലാഹു തആല അൻഹ ഒരു ഖത്തം തീർക്കും. അന്ന് മുതൽ മരിക്കുന്നത് വരെ ഒറ്റ ആഴ്ച കൊണ്ട് ഹഫ്സ റളിയല്ലാഹു തആല അൻഹ ഖത്തം തീർക്കും. ഈ കടയ്ക്കൽ ഈ മൈതാനത്ത് വന്നിരിക്കുന്ന സഹോദരിമാരിൽ ഒറ്റ ആഴ്ച കൊണ്ട് ഖുർആൻ ഖത്തം തീർക്കുന്ന പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? കൈപൊക്ക് നോക്കട്ടെ. ചുമ്മാ നോക്കാം, ചോദിക്കാം. 2 പേര് പൊക്കി. ഒറ്റ ആഴ്ച കൊണ്ടെന്ന് പറഞ്ഞാൽ തീർത്തുകൊണ്ടിരിക്കണം. എല്ലാ ആഴ്ചയിലും 2-3 മരുമക്കൾ കാണും അവർക്ക്. ഇങ്ങനെ നിസ്കാര റൂമിൽ കുത്തിയിരുന്നാൽ മതിയല്ലേ, ഒതുക്കൊണ്ടിരുന്നാൽ. ചായക്ക് ചായ, വടക്ക് വട, കഞ്ഞിക്ക് കഞ്ഞി, വെള്ളത്തിന് വെള്ളം, കപ്പയ്ക്ക് കപ്പ, ചീനിക്ക് ചീനി. മാമി ഇരുന്ന് കൊട്ടേഷൻ വിടും, മരുമക്കൾ ഇരുന്ന് പണിയെടുത്തോണ്ടിരിക്കും. ഒതുക്കൊണ്ടിരുന്നാൽ മതിയല്ലോ. അപ്പോൾ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പുച്ചമ്പൂടി, എന്തേടി മാമി? കളയോടെ ഇരുന്ന് ഓതട്ടെ, നീ ഒന്ന് ചുമ്മാ ഇരി, അങ്ങനെയെങ്കിലും ഓതി തീർക്കട്ടെ, നമുക്ക് സമാധാനമുണ്ട്. ജോലിയും വേലയും ഇങ്ങോട്ടൊന്നും വരുത്തില്ല, അല്ലേ കൊട്ടേഷൻ വിട്ടുകൊണ്ട് വരും, നമുക്കാരും ഇടങ്ങേറാ. ഓതട്ടെ 2 ഹത്തവോ 1000 ഹത്തോ ഓതട്ടെ, അവരുടെ ഹത്ത ഓതുന്നവരെ ഓതട്ടെ. 2 സഹോദരിമാർ, അൽഹംദുലില്ലാ കേട്ടാ, 2 സഹോദരിമാരുടെ കൈ കൊണ്ട്. പുരുഷന്മാരാരെങ്കിലും ഉണ്ടോ ഒരാഴ്ച കൊണ്ട് കത്ത തീർക്കുന്നത്? ഇല്ല. അതാ നമ്മുടെ ഖുർആനോടുള്ള നമുക്കുള്ള മഹത്വം അത്രയേ ഉള്ളൂ. ഒരാഴ്ച കൊണ്ടൊരു ഖത്തം തീർക്കുന്നത്. കാരണം 5 വഖത്തിൽ 5 ജുസ് ഓതുക. 6 5 30, 6 ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും. 5 വഖത്തിൽ 5 ജുസ് വെച്ച് ഓതിയാ, ഓരോ ജുസ് വെച്ച് ഓതിയാൽ മതി.
സുഖമായിട്ട് തീർക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ശൈത്താൻ സമയമില്ലാത്തതുകൊണ്ടല്ല. നമ്മൾ മൊബൈൽ എടുത്ത് വെച്ച് പരിശോധിക്കും. ഒരു ദിവസം നിങ്ങൾക്ക് ഇന്നത്തെ മൊബൈൽ നമുക്ക് കാണാമല്ലോ, ഇന്ന് എത്ര മണിക്കൂർ ഒരു മൊബൈലിൽ ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റി. എങ്ങനെ പോയാലും ഒരു 4-4.5 മണിക്കൂർ മൊബൈലിൽ കയറി കളിക്കും. 2 മണിക്കൂർ മതി നമുക്ക് 5 ജ്യൂസ് പോകാൻ. രാവിലെ 1 മണിക്കൂർ, വൈകിട്ട് 1 മണിക്കൂർ. 5 ഒരാഴ്ച കൊണ്ടൊരു ഖത്തം തീർക്കാൻ പറ്റും. ചിന്തിച്ചു നോക്കേ. ഹഫ്സ റളിയല്ലാഹു തആല ഓതിയിരുന്നു, നഫീസത്തുൽ മിസ്രിയ ഓതി. ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു തആല 8 വയസ്സിൽ ഹാഫിളായി, 7 വയസ്സിൽ ഹാഫിളായി. 11 വയസ്സിൽ പരിശുദ്ധമായ ഹറമിൽ പോയി ഇമാമത്ത് നിന്നു. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി സ്വന്തം ഉമ്മാടെ മടിയിൽ കിടന്ന് 8 വയസ്സിൽ ഹാഫിളായി. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി സ്വന്തം ഉമ്മാന്റെ അടുക്കലാണ് പഠിച്ചത്, ഹാഫിളായത്. ഉമ്മാന്റെ അടുക്കൽ, ഉമ്മാന്റെ മടിത്തട്ടിൽ കിടന്നിട്ട്. ഇന്ന് ഏതെങ്കിലും ഒരു മകൻ ഉമ്മാന്റെ മടിയിൽ കിടന്നിട്ട് ഹാഫിളായവരുണ്ടോ? അവിടെ ചില കുട്ടികൾ ഉമ്മാന്റെ മടിയിൽ കിടന്നിട്ട് പഠിച്ചവരുണ്ടാകും, ചില കുട്ടികൾ ഇപ്പോൾ ഹാഫിളായവരുണ്ടാകും. ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടാ? ചിന്തിച്ചു നോക്കി. പഠിക്കുക, നമ്മുടെ മക്കളെ പഠിപ്പിക്കുക, നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. ഈ ഖുർആൻ നമ്മുടെ ഖബറിൽ വരും നമ്മളെ സഹായിക്കും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ ഹളറത്തിൽ ഇൻസാന അൽ വഫാത്ത്. പരിശുദ്ധമായ ഖുർആൻ ആരെങ്കിലും പഠിക്കുന്നുണ്ടോ, ഓതുന്നുണ്ടോ, ആ ഖുർആനുമായി ബന്ധമുള്ളവരാരാണോ അവർക്കിതാ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഒരു സത്യവിശ്വാസി മരിക്കുമ്പോൾ ആരാണ് ആ സത്യവിശ്വാസി എന്നറിയുമോ? അൽ മുജ്തഹിദു ബിൽ ഖുർആൻ. പരിശുദ്ധമായ ഖുർആനുമായി മല്ലിട്ടവനാണ്, ഓതിയവനാണ്, മനനം ചെയ്തവനാണ്, പാരായണം ചെയ്തവനാണ്, ഖുർആനിനെ സമീപിച്ചവനാണ്, ഖുർആനിനെ സഹായിച്ചവനാണ്, ഖുർആനിന്റെ മദ്രസകളെ സഹായിച്ചവനുമാണ്, ഖുർആനുമായി ബന്ധപ്പെട്ടവനാണ്. അവനിതാ മരിച്ചു കിടക്കുകയാ. ആ പരിശുദ്ധമായ ഖുർആൻ അവന്റെ ഖൽബിൽ വന്ന് നിൽക്കുമത്രേ. ആ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ആ ജനാസ എടുത്ത് മയ്യത്ത് കുളിപ്പിക്കുന്ന മുറിയിലേക്ക് കൊണ്ടുപോകുമ്പോ ഫസാറൽ ഖുർആൻ ഫവഖഫൽ ഖുർആൻ ഇൻദ റഅസിഹി. ആ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് അവന്റെ ഹൃദയത്തിൽ നിന്ന് ആ ഖുർആൻ അവന്റെ തലയ്ക്ക് മേതെ നിൽക്കുമത്രേ. അങ്ങനെ എല്ലാവരും ആ മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞിട്ട് ആ മയ്യത്തിന് കഫൻ പൊതിയുമ്പോ ദഖലൽ ഖുർആൻ ഹത്താ സാറ ബൈനൽ കഫനൈൻ. അവന്റെ ആ 2 കഫൻ തുണിയുടെ ഇടയിലേക്ക് ആ ഖുർആൻ ഒളിച്ചിരിക്കുമത്രേ. ആ പരിശുദ്ധമായ ഖുർആൻ ആ ഹൃദയത്തിന്റെ ഉള്ളിലാണ്. ആ മയ്യത്തെടുക്കുന്ന സമയത്ത് ആ സന്തൂക്കിലേക്ക് എടുത്തു വെച്ചിട്ട് ചോദിക്കുകയാണ്, യബ്നാദം, ആദമിന്റെ മോനെ, അൽയൗമ തുസാഫിറു സഫറൻ ബഈദാ ലം തുസാഫിർ അബ്അദ മിൻഹു. നീ വലിയ ഒരു ദീർഘദൂര യാത്രയാണ് ചെയ്യുന്നത് കേട്ടോ. എത്ര പേരുടെ മയ്യത്തെടുത്തുകൊണ്ട് സന്തൂക്ക് കൊണ്ടുവരുമ്പോ ആ സന്തൂക്കിന്റെ കാലിൽ പിടിച്ചിട്ട് എല്ലാവരും ദിക്റ് ചൊല്ലി വരുന്ന സമയത്ത് ഒരു മലക്ക് ആ സന്തൂക്കിലേക്ക് ഇറങ്ങി വന്നിട്ട് ആ കിടക്കുന്ന മയ്യത്തിന്റെ ചെവിയിൽ മന്ത്രിച്ചിട്ട് ചോദിക്കുകയാ, ആദമിന്റെ മോനെ, നീ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ദീർഘദൂര യാത്രയാണ്. മുക്കുന്നത്താണ് എൻ്റെ വീട്, പുതുക്കാടാണ് എൻ്റെ ഈ ജമാഅത്ത്, തൊട്ട് അടുത്ത, പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോ അതൊരു ദീർഘദൂര യാത്രയാ, അവസാനിക്കാത്ത യാത്രയാണ്. അപ്പോഴാണ് സഹോദരാ ആ മയ്യത്തിന്റെ സഹായത്തിന് വേണ്ടി യാചിക്കുന്നത്. യാ വൈലതാ യാ ഹസ്രതാ, ആരാണ് എന്നെ സഹായിക്കാനുള്ളത്? ഫൈൻകാന സാലിഹ, അവനോട് സാലിഹായ മനുഷ്യനാണെങ്കിൽ അവൻ പറയുമത്രേ, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകണേ, വേഗത്തിൽ കൊണ്ടുപോകണേ. ഫൈൻകാന ഗൈറ സാലിഹത്തിൻ, അവൻ സാലിഹല്ലാത്ത മനുഷ്യനാണെങ്കിൽ ആ മയ്യത്ത് വിളിച്ചു പോവുകയാ, അഖിറൂനി യാ വൈലഹും യാ വൈലഹും ഐന തദ്ഹബൂന ബി അഖിറൂനി, നിങ്ങളുടെ നാശമേ നാശമേ, എന്നെ കൊണ്ടുപോകരുതേ കൊണ്ടുപോകരുതേ, എന്നെ എൻ്റെ വീട്ടിലേക്ക് മടക്കണേ മടക്കണേ. അങ്ങനെ സാലിഹായ മനുഷ്യൻ, ഖുർആൻ പഠിച്ച മനുഷ്യൻ, ഖുർആനിനെ സ്നേഹിച്ച മനുഷ്യന്റെ മയ്യത്താണ് ആ ഖബറിലേക്ക് കൊണ്ടുവെക്കപ്പെടുന്നതെങ്കിൽ ആ നെഞ്ചിൽ നിന്ന് ആ ഖുർആൻ ആ ഖബറിലേക്ക് ഇറങ്ങുകയാ. ആ സമയത്ത് യജീഉ റജുലുൻ ഹസനുൽ വജ്ഹി ഹസനു സിയാബി തയ്യിബുർ റൈഹ, സുന്ദരനായ സുസ്മേരവദനനായ ഒരു സുമുഖനായ വലിയ നല്ല സുന്ദരമായ
ശുദ്ധമായ വസ്ത്രം ധരിച്ചിട്ട്, വെള്ള വസ്ത്രം ധരിച്ച് സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശിയിട്ട് ഒരു ചെറുപ്പക്കാരന്റെ കോലത്തിൽ ആ മയ്യത്തിന്റെ അരികിൽ വന്ന് നിന്നിട്ട് ആ മയ്യത്തിനെ മെല്ലെ തട്ടി വിളിക്കുകയാണ്, യാ അബ്ദല്ലാഹ്, യാ അബ്ദല്ലാഹ്. ഖുർആൻ പഠിച്ച മോനെ, ഖുർആൻ പഠിപ്പിച്ച മാതാപിതാക്കളെ, ഖുർആനിനെ സ്നേഹിച്ച മക്കളെ, നിന്റെ മയ്യത്ത് ആ ഖബറിലേക്ക് വെക്കപ്പെടുമ്പോ ആരും ഉണ്ടാവൂല കേട്ടോ. എല്ലാവരും പഴവും വെള്ളവും കുടിച്ചിട്ട് മടങ്ങി പോകുന്ന സമയത്ത് ആ മയ്യത്തിന്റെ അരികിലേക്ക് ആ ചെറുപ്പക്കാരന്റെ കോലത്തിൽ ഒരു സുന്ദരൻ സുമുഖൻ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കുകയാ, യാ അബ്ദല്ലാഹ് ഹൽ തഅരിഫുനി, നിനക്കെന്നെ അറിയോ, നിനക്കെന്നെ അറിയോ, ഞാൻ ആരാണെന്ന് നിനക്കെന്നെ അറിയോ? ഫയഖൂലു, ആ മയ്യത്ത് പറയുകയാ, ലാ അഅരിഫുക, എനിക്ക് നിന്നെ അറിയില്ല. കടക്കൽ ഞാൻ കണ്ടിട്ടില്ല, മുക്കുന്നത്ത് കണ്ടിട്ടില്ല, കൊട്ടാരക്കരയിലും കൊല്ലത്തും പത്തനാപുരത്തും തിരുവനന്തപുരത്തും ഒന്നും നിന്നെ ഞാൻ കണ്ടിട്ടില്ല. ആരാണ് നീ ഒന്ന് പറയണേ? ഇത്ര സുമുഖനായ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. ആ ഖബറിന്റെ ഇരുണ്ട തുരുത്തിൽ കിടന്നിട്ട് ഈ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ വിളിച്ചു പറയുകയാ, അനൽ ഖുർആൻ അല്ലദീ അസ്ഹറ ലൈലക വഅദ്മാ നഹാറക വഅംനഅക ശഹവതക മിനത് തആമി വശറാബ്. ഞാനാണടാ ആ ഖുർആൻ. മക്കാ മന്നാനിയായിലെ മുക്കുന്നത്ത് നീ ഖുർആന് വേണ്ടി സഹായിച്ചില്ലേ? നിന്റെ പള്ളിയിൽ നിങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചില്ലേ? നിന്റെ മോനെ നീ ഹാഫിളാക്കിയില്ലേ? സദാസമയവും നീ വീട്ടിൽ പാരായണം ചെയ്തുകൊണ്ടിരുന്ന ഖുർആൻ ഉണ്ടല്ലോ. ഉമ്മമാരെ, ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഖുർആൻ പാരായണം ചെയ്ത് തീർത്തിരുന്ന ആ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനാണ് ഞാൻ. ഫമാ അലൈക ബഅദ മസ്അലതി മുൻകരിൻ വനകീരിൻ മിൻ ഹമ്മിൻ വലാ ഹുസ്ൻ. മുൻകർ നകീർ ചോദിക്കാൻ വരും, നീ പേടിക്കണ്ട കേട്ടോ, ഞങ്ങൾ നിന്നോടൊപ്പമുണ്ട്. മാ അന ബിമുഫാരിഖിക, നിന്നെ വിട്ട് ഞങ്ങൾ പോവൂലടാ, നിന്നെ വിട്ട് ഞങ്ങൾ മടങ്ങൂല കേട്ടോ, നീ പേടിക്കേണ്ട. അല്ലാഹുവാണ് സത്യം. അവർ ചോദ്യം ചെയ്യലെന്നത് അവരുടെ ബാധ്യതയാണ്, അവർ ചോദിക്കട്ടെ. ഞാൻ നിന്നോടൊപ്പമുണ്ട്. ഹത്താ അന ഖരീനുക ഹത്താ ഉറല അനാ വഅന്ത, നിന്നെയും എന്നെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം വരെ ഈ ഖബറിന്റെ ഉള്ളിൽ നിന്റെ കാവൽക്കാരനായി ഞാനുണ്ടാകുമെന്ന് ആ ഖുർആൻ പറയുമെന്ന് കമാ ഖാല നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.